എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 34 ദശകത്തിലെ 4-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ആരുന്ധാനേരുഷാന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യസ്വതേജോ യാതേ യാദോസ്യയോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാധോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താദാരബ്ധോഭിഷേകസ്തവ കില വിഹത കേകയാദീശപുത്ര്യാ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ആരുന്ധാനേ തടഞ്ഞു നിർത്തി, രുഷാ അന്ധേ കോപാന്തനായ, ആരെ? ഭൃഗുകുലതിലകേ ഭൃഗുവംശത്തിൻ്റെ തിലകമായ പരശുരാമനെ, സംക്രമയ്യ അങ്ങയിൽ സംക്രമിപ്പിച്ചു. എന്ത് സംക്രമിക്കുക പറഞ്ഞാൽ പകർന്നു നൽകുക. സ്വതേജോ സ്വന്തം തേജസ്, അതായത് വൈഷ്ണവ തേജസ്സിനെ പകർന്നു നൽകി. യാതേ പിന്തിരിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ തേജസ്സിനെ നൽകി മടങ്ങിയപ്പോൾ. യാത അസി അയോധ്യാം അങ്ങ് അയോധ്യയിലെത്തുകയും. സുഖമിഹ നിവസൻ സുഖമായി ജീവിക്കുകയും ചെയ്തു. എങ്ങനെ? കാന്തയാ പത്നിയായ സീതയോട് കൂടി. കാന്തമൂർത്തേ സുന്ദരമൂർത്തിയായ ഹേ ഗുരുവായൂരപ്പ. ശത്രുഘ്നേന ഏകദാ അധ പിന്നീടൊരിക്കൽ ശത്രുഘ്ന സമേതനായി. ഗതവതി ഭരതേ ഭരതൻ പോയപ്പോൾ. എങ്ങോട്ട്? മാതുലസ്യാധിവാസം മാതുല ഗൃഹവാസത്തിന്, അതായത് അമ്മാവിൻ്റെ കൂടെ താമസിക്കാൻ പോയപ്പോൾ. താദാരബ്ധ തവ അഭിഷേക അച്ഛൻ അങ്ങയെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ ആരംഭിച്ചു. കില വിഹത അത് മുടക്കുന്നതിന് സംഗതിയായി. ആര്? കേകയാദീശപുത്രിയ കേകയ രാജപുത്രിയായ കൈകേയി. അതായത് ഈ ശ്ലോകത്തിലൂടെ രാമായണത്തിലെ പരശുരാമജയം, അയോധ്യാപ്രാപ്തി, ഭരതശത്രുഘ്നന്മാരുടെ മാതുല ഗേഹഗമനം, രാജ്യാഭിഷേകാരംഭവും വിഘ്നവും എല്ലാം പറയാണ്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അതായത് ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വിവാഹം കഴിച്ച് അയോധ്യയിലേക്ക് പോരുമ്പോൾ വഴിമധ്യേ ആരെ കണ്ടു? പരശുരാമനെ കണ്ടു. ഞാനൊഴിഞ്ഞുണ്ടോ രാമനീ ത്രിഭുവനത്തിങ്കൽ എന്നും ചോദിച്ചിങ്ങോട്ട് വരിക ദേഷ്യപ്പെട്ടിട്ട്. ഇങ്ങനെ കോപാന്ധനായി മാർഗതടസ്സം ചെയ്ത് ഭൃഗുവംശജനായ പരശുരാമൻ സ്വന്തം തേജസ് അങ്ങയിൽ സംക്രമിപ്പിച്ച് പിന്തിരിഞ്ഞപ്പോൾ അങ്ങ് അയോധ്യയിലെത്തുകയും അങ്ങയുടെ മോഹനാംഗിയായ പത്നിയോടൊത്ത് സുഖമായി ജീവിക്കുകയും ചെയ്തു. പിന്നീടൊരിക്കൽ ഭരതൻ ശത്രുഘ്ന സമേതനായി മാതുല ഗൃഹവാസത്തിന് പോയപ്പോൾ പിതാവ് അങ്ങയെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ആരംഭിക്കുകയും ഭരതമാതാവായ കൈകേയി അത് മുടക്കുകയും ചെയ്തു. പണ്ഡിത ശിരോമണിയായ ഭട്ടേരിപ്പാട് രാമായണത്തിലെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരൊറ്റ ശ്ലോകത്തിലൂടെ വിവരിച്ചു വച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. ഹരേ കൃഷ്ണ.